ബൈസൺ കാളമാടൻ. മാരി സെൽവരാജിൻ്റെ ധ്രുവ് വിക്രം നായകനാവുന്ന ബൈസൺ കാലമാടൻ ഇന്ന് കണ്ടു. 2.25 മണിക്കൂർ നീളമുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ബൈസൺ. ഒരു മാരി സെൽവരാജ് സിനിമയിൽ എന്താണോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക അതൊക്കെ ഇവിടെയും ഉണ്ട്. ജാതീയതയും കോളനിയും വയലൻസും സാമ്പത്തികമായി ജനങ്ങളെ വേർതിരിക്കുന്നതും ഇതിനെയെല്ലാം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ ബൈസണിൽ ഘടകങ്ങളായി വരുന്നു. ഒരു നാട്ടിലെ കബഡി പ്രണയവും കബഡിയെ ജീവനായി കാണുന്ന നായകനും കുടുംബവും ചിത്രത്തിൻ്റെ കഥയുടെ നട്ടെല്ലായി വരുന്നു. തൻ്റെ ശരീരഭാഷയിലൂടെയും അഭിനയ മികവിലൂടെയും ധ്രുവ് വിക്രം എന്ന നടൻ പടത്തിൽ ഒരു വൺമാൻ ഷോ തന്നെ നടത്തുമ്പോൾ രജിഷ വിജയനും പശുപതിയും അനുപമ പരമേശ്വരനും ലാലും ഇവിടെ നമ്മൾ ഓർത്തുപോകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. 2.25 മണിക്കൂർ ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കബഡിയുടെ പശ്ചാത്തലത്തിൽ ഒരു സ്പോർട്സ് മൂവി കാണുന്ന പ്രതീതിയിൽ മാരി സെൽവരാജിൻ്റെ ടിപ്പിക്കൽ ശൈലിയിൽ നിലപാടുകൾ പറയുന്ന സിനിമ കൂടിയാണ് ബൈസൺ കാളമാടൻ. പിന്നെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് മാരി സെൽവരാജ് പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഹാപ്പി എൻഡിങ് കൊടുത്തിട്ടാണ് ബൈസൺ കഥ പറഞ്ഞു നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ.